എൻ്റെ പേര് അശ്വ ഘോഷ്. ഞാനൊരു BCA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഉച്ചയോട് കൂടിയാണ് ഒരു കോൾ ലഭിക്കുന്നത്. ട്രയലിൽ നിന്നെന്ന് പറഞ്ഞിട്ടാണ് കോൾ ലഭിക്കുന്നത്. ഒരു ഓട്ടോമേറ്റഡ് കോളായിരുന്നു. Cyber Crime Department, Mumbai. Can you please ask the headquarters to check my IP address? It is from Google only. They have been registered this laptop. അപ്പം ആ കോളിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറിൽ നിങ്ങളുടെ ഫോണും സിമ്മും മറ്റും എല്ലാം ക്യാൻസലാകും. നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ചൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് ഒന്നമർത്താനും പറഞ്ഞിട്ടായിരുന്നു കോൾ വന്നത്. അപ്പോൾ അത് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഒരു ട്രയലൊരു ഉദ്യോഗസ്ഥനിലേക്കാണ് കോൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ട് ഇതേപോലെ പറയുന്നു, നിങ്ങളുടെ വ്യാജ ID കാർഡ് ഉപയോഗിച്ചിട്ട് വേറൊരു നമ്പർ എടുത്തിട്ടുണ്ട്. ആ നമ്പർ വെച്ചിട്ട് ഇഷ്ടംപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം ക്യാൻസലാകും എന്ന് പറയുന്നു. അപ്പം നമ്മളല്ലാതെ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പം പുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈമിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ഈ കോള് അവർ തന്നെ നേരെ സൈബർ ക്രൈമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈബർ ക്രൈമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പം അവിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഫോൺ എടുത്തിട്ട് നമ്മുടെ പേരും മറ്റു ഡീറ്റെയിൽസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അവർ നോക്കിയിട്ട് പറയും ഇത് ഏകദേശം 24ഓളം പെൻഡിങ് ക്രിമിനൽ കേസുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ IDയിലും പേരിലും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പറയുന്നു നിങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ മുംബൈ സൈബർ ക്രൈമിൽ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യണം, മൊഴി നൽകണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും എത്താൻ പറ്റില്ല എന്ന് പറയുമ്പം അവർ പറയും അങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനിൽ കയറി മൊഴി നൽകിയാൽ മതി എന്ന് പറയും. സോ അങ്ങനെയാണ് അവർ നമ്മളെ ഓൺലൈനിലേക്ക് വിളിക്കുന്നത്. ഓൺലൈനിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലിരിക്കുന്നതാണ്. പുള്ളിയുടെ ID കാർഡും മറ്റും കാണിച്ച് നമ്മളെ ആദ്യം തന്നെ ബോധ്യപ്പെടുത്തും പുള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നുള്ളത്. സുനിൽ ദത്തെ, ये मेरा आइडेंटिटी कार्ड है. ओके, बयान क्लियरिटी हो, स्टेटमेंट क्लियरिटी हो. ओके, स्टेटमेंट प्रोटोकॉल के बारे में गाइडलाइन दूंगा. स्टेटमेंट के दौरान कोई थर्ड पार्टी कंट्रप्शन नहीं होना चाहिए. During the statement, no third party involvement is allowed. You are not allowed to pick anyone call or talk to any third person. Okay. Now show me your room in 360 angle. Is there any third party with you? Okay. From the department side, the camera will be off due to security reason. From your side, the camera should be on. And your investigation officer will be recording your statement. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും അവർ കുറേ അധികം ഡീറ്റെയിൽസ് നമ്മളോട് ചോദിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരിടത്തേക്ക് മാറാൻ പറ്റില്ല, നിങ്ങളുടെ ഫോണും മറ്റ് സംഭവങ്ങളെല്ലാം മാറ്റി വയ്ക്കണം, മുറിയിൽ വേറെ ആരും വരാൻ പാടില്ല, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് പറയും. ഏകദേശം 2-2.5 മണിക്കൂറോളം ഈ കോൾ സംഭാഷണം പോയിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ഈ അടുത്ത് നമ്മുടെ തൃശ്ശൂർ സൈബർ ക്രൈമിൽ ഒരു സാറിന് ഇതേ സെയിം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാർത്തയൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ആ വിഷ്വൽസ് ഞാൻ അടുത്ത് വരെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഓക്കെ പണി കിട്ടി എന്നുള്ളത്. അങ്ങനെയാണ് ലാസ്റ്റ് കോള് നിൽക്കുന്നത്. Why you telling this? We just need to verify. Yeah sir, you are giving a statement and now you are telling you can ask from the Google headquarters. Yes sir, yes, I am from the Google sir. Do you have any proof? Yes sir, that you are working? Sir, you are involved in arrest while money laundering case. No sir, you can check my laptop's IP address sir. My laptop is from the Google sir. You can check the laptop details. You are like from cyber cell, you can check my IP address right? Sir, please check sir, please check. Okay, just stay on call. I'm checking. Sir, please check sir. എന്താ കുറച്ച് ഓവറല്ലേ? ഇല്ല, ID കോഡ് കാണിക്കാൻ അറിയില്ലെങ്കിൽ ലാസ്റ്റ് കഴിയാ നിർത്തണ്ടപ്പോ പറയണേ എനിക്കറിയത്തില്ല. നമ്മളിതിൽ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലില്ല. അതേപോലെ തന്നെ ട്രയലിൽ നിന്നോ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നോ നമ്മളിങ്ങനെ നേരിട്ട് വിളിച്ച് ഒരു ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെന്ന് പറയുകയോ ഒന്നും അവർ ചെയ്യുന്നതല്ല. അപ്പോൾ ഇങ്ങനൊരു കോളോ മറ്റെന്തെങ്കിലും വന്ന് നമ്മളതിൽ വീണുപോയി അല്ലെങ്കിൽ അകപ്പെട്ടു എന്ന് ഉറപ്പാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈബർ ക്രൈം 1930 നമ്മുടെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്പറാണ്. അതിൽ വിളിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയോ ഇതേപോലെ ഒരു സ്കാം ആണെന്ന് നമുക്ക് സംശയം തോന്നുകയുണ്ടെങ്കിൽ അത് തന്നെ കോൾ കട്ടി. ഇപ്പോൾ ബാങ്കിൽ നിന്നെന്ന് പറഞ്ഞാണ് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള നമ്മുടെ ബാങ്കിലോ മറ്റോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പറ്റും. ഇവർക്ക് നമ്മുടെ യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റും തന്നെ ഒന്നും അവരുടെ കൈവശം കാണില്ല. നമ്മളായിട്ട് ഒരു ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്കാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.